നമസ്കാരം. നെക്സ്റ്റ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റീബിൽഡ് കേരള കാട്ടകാമൽ ഗ്രാമപഞ്ചായത്തിലെ പദ്ധതി ഓൺലൈൻ വഴി മന്ത്രി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. റീബിൽഡ് കേരളയുടെ കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു. കാട്ടകാമൽ മൂലേപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ സമാപിച്ചു. മൂലേപ്പാട് പള്ളി പെരുന്നാളിന്റെ ഭാഗമായി ഗുഡ് ഫ്രണ്ട്സ് കാഞ്ഞിരത്തിങ്കൽ കമ്മിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കാട്ടകാമൽ ഗ്രാമപഞ്ചായത്തിലെ നടുമുറി അംഗനവാടി ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മൽ ധാന്യപ്പൊടി ഗ്രൂപ്പിന്റെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പിലാവ് PHC കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റി പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. റീബിൽഡ് കേരള കാട്ടകാമൽ ഗ്രാമപഞ്ചായത്തിലെ പദ്ധതി ഓൺലൈൻ വഴി മന്ത്രി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളുടെ പുനരുജ്ജീവനത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന റീബിൽഡ് കേരള പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. ഓൺലൈനിലൂടെ മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിലെ എരിഞ്ഞാമ്പാടം തോട് ആഴം കൂട്ടി സംരക്ഷിക്കുന്നതിന് 18,92,000 രൂപയുടെ പദ്ധതി അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് CK സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MS സുരേഖ അധ്യക്ഷയായി. മണ്ണ് പരിവേഷണ വകുപ്പ് ഉദ്യോഗസ്ഥൻ ബിനോജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുദീപ്, ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ സുജിനി ബാബുജി, വാർഡംഗം പ്രവിത വിശ്വൻ, സെക്രട്ടറി ശ്രീകുമാരി, പഞ്ചായത്ത് അംഗങ്ങളായ PG അർജുനൻ, സന്തോഷ് കുളത്തേരി, TS മണികണ്ഠൻ, AY ഹമീദ്, വിജയ ഗോപി, അനിത മുരളി, പത്മിനി ശശീന്ദ്രൻ, മോളി തമ്പി, അസിസ്റ്റന്റ് സെക്രട്ടറി ഷാനിബ എന്നിവർ പ്രസംഗിച്ചു. മണ്ണ് ജല സംരക്ഷണ വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഓരോ പ്രദേശത്തും സംഭവിച്ചിരിക്കുന്ന മണ്ണ് ജല മേഖലയിലെ കെടുതികൾ പരിഹരിക്കുന്നതിനുള്ള വളരെ ക്രിയാത്മകമായ ഇടപെടലാണ് ഈ വകുപ്പിന് മൂലം വഴി നമുക്ക് ചെയ്തു വരുന്നത്. റീബിൽഡ് കേരള എന്ന പരിപാടിയുടെ ഭാഗമായി തന്നെ ഒട്ടനവധി പദ്ധതികളാണ് മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. സംസ്ഥാനത്തെമ്പാടും ജില്ലകളിൽ ജലസംരക്ഷണം, വിളകളുടെ സംരക്ഷണം, മണ്ണിനെയും ജലത്തെയും സംരക്ഷിച്ച് ജൈവസമ്പത്ത് സംരക്ഷിക്കുക എന്ന പ്രധാന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് സംസ്ഥാന തലത്തിൽ റീബിൽഡ് കേരള എന്ന പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കേരളം സൃഷ്ടിക്കുക, വികസനത്തിൽ ഒരു പുതിയ വെളിച്ചം നൽകിക്കൊണ്ട് മണ്ണിനെയും ജലത്തെയും സംരക്ഷിച്ച് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആഹാരം ഉണ്ടാക്കുന്നതിന്, കൃഷി ചെയ്യുന്നതിന്, നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്നതിന്, ജലസേചനത്തിന്, ഇതെല്ലാം വഴി നല്ല ആരോഗ്യമുള്ളൊരു ജനതയെ വാർത്തെടുക്കാൻ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുക വഴി മുന്നോട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യമാണ്. റീബിൽഡ് കേരളയുടെ കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു. മണ്ണ് ജലസംരക്ഷണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടനം ചെയ്തത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ അധ്യക്ഷനായിരുന്നു. കടവല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് UP ശോഭന, അംഗങ്ങളായ അഷ്റഫ്, ശീലകുമാരി, നിജിമോൾ, ഷബീർ കരിക്കാട് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 9, 12 വാർഡിലെ പുളിയറത്തോട് പുനരുദ്ധാരണത്തിന് 26,96,000 രൂപ വിലയിരുത്തിയതായി കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞു. കാട്ടകാമ്പൽ മൂലേപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ സമാപിച്ചു. മൂലേപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ 90ാം വാർഷിക പെരുന്നാൾ ആഘോഷിച്ചു. ഇന്നലെയും ഇന്നുമായിട്ടാണ് പെരുന്നാൾ ആഘോഷിച്ചത്.
ഇന്നലെ വൈകിട്ട് 6:30 സന്ധ്യ നമസ്കാരം, തുടർന്ന് കൊടിയും ശ്രീബായും ആശീർവാദവും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 6 വിശുദ്ധ കുർബാന, 7:30 പ്രഭാത നമസ്കാരം, തുടർന്ന് രണ്ടാമത്തെ വിശുദ്ധ കുർബാന, തുടർന്ന് കൊടിയും ശ്രീബായും ആശീർവാദവും നടന്നു. വികാരി ഗീവർഗീസ് ജോൺസൺ, കൈസ്ഥാനി PU ഷാജൻ, സെക്രട്ടറി മെറി സക്രിയ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു. മൂലപ്പാട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി ഗുഡ് ഫ്രണ്ട്സ് കാഞ്ഞിരത്തിങ്കൽ കമ്മിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. മൂലപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ 90ാം വാർഷിക പെരുന്നാളിന്റെ ഭാഗമായി ആഘോഷ കമ്മിറ്റിയായ ഗുഡ് ഫ്രണ്ട്സ് കാഞ്ഞിരത്തിങ്കലിന്റെ വാർഷികവും വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. പെരുന്നാൾ ദിനത്തിൽ ആഘോഷ കമ്മിറ്റി പരിസരത്ത് നടന്ന ചടങ്ങിൽ പെരുന്നാൾ കിറ്റിന്റെയും സാനിറ്റൈസർ, മാസ്ക് എന്നിവയുടെയും വിതരണം ഗുഡ് ഫ്രണ്ട്സ് പ്രസിഡന്റ് CP ഷാജൻ നിർവഹിച്ചു. ബാൻഡ് കലാകാരന്മാർക്കുള്ള സാമ്പത്തിക ധനസഹായ വിതരണം ഗുഡ് ഫ്രണ്ട്സ് ഗജാൻജി സിജു KS കൈമാറി. ഗുഡ് ഫ്രണ്ട്സ് സെക്രട്ടറി അംഗങ്ങളായ PC ജെയിംസ്, KC ജോൺസൺ, MS ജോയ്മോൻ എന്നിവർ നേതൃത്വം കൊടുത്തു. ബുദ്ധിമുട്ടുന്നവർക്ക് മാത്രം ഞങ്ങളിൽ ഒതുങ്ങുന്ന, കാരണം എല്ലാവർക്കും ബാധ്യതകളുണ്ടല്ലോ. കാരണം 5-8 മാസമായിട്ട് ഒരു വരുമാനമില്ലാത്ത രീതിയിൽ ജീവിക്കുമ്പോൾ അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നൽകി അത് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ നടുമുറി അങ്കനവാടി ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിന്റെ 2019-20 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അധിക സൗകര്യം വർദ്ധിപ്പിച്ച 15ാം വാർഡ് ചിറക്കലിലെ 40ാം നമ്പർ നടുമുറി അങ്കണവാടിയുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദനാണ് അങ്കണവാടി ഉദ്ഘാടനം ചെയ്തത്. വൈസ് പ്രസിഡന്റ് MS സുരേഖ അധ്യക്ഷയായി. വാർഡംഗം സന്തോഷ് കുളത്തേരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ MS മണികണ്ഠൻ, പ്രവിത വിശ്വൻ, TS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. വീട്ടുകാരും ബുദ്ധിമുട്ടി തുടങ്ങി, കുട്ടികൾ ശ്വാസം മുട്ടി തുടങ്ങി. ഓൺലൈൻ പഠനമാണ്. ഇതിവിടെ മാത്രമല്ല, ലോകത്തെമ്പാടും അവരും പ്രശ്നത്തിലാണ്. അവരെല്ലാവരും പ്രശ്നത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അവിടെയാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഒരു പരിധി വരെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ, MLA ഫണ്ട്, MP ഫണ്ട്, കേന്ദ്രാവിഷ്കൃത ഫണ്ട് ഇതെല്ലാം സംയോജിച്ചുകൊണ്ടാണ് ഒരു നാടിനകത്ത് വികസനത്തിന് പാതയൊരുക്കുന്നത്. ജനകീയാസൂത്രണം തുടങ്ങി 25 വർഷം പിന്നിട്ട സാഹചര്യത്തിൽ അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവ ഓരോ പഞ്ചായത്തിനകത്തും ഓരോ വാർഡിനകത്തും വിരളമാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം.
ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Roja Park Manufacturing Office, NVKM and Sons, Dindigul. Zone Distributor, Roja Agencies, Kunnamkulam. Phone 9446 145776 9446 145778. വാർത്തകൾ തുടരുന്നു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മൽ ധാന്യപ്പൊടി ഗ്രൂപ്പിന്റെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ തുളസി കുടുംബശ്രീയുടെ കീഴിൽ വാർഡ് 12 കരുവാൻപടയിൽ നിർമ്മൽ ഗ്രൂപ്പ് ധാന്യപ്പൊടി നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സ്വയം പര്യാപ്തതയിലേക്ക് എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീയും ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി ധാന്യപ്പൊടി യൂണിറ്റ് ആരംഭിക്കുന്നത്. കുടുംബശ്രീ നിർമ്മൽ ഗ്രൂപ്പ് പ്രസിഡന്റ് കരുവാൻപടി കോഴിപ്പറമ്പിൽ വീട്ടിൽ ദീപയുടെ സ്ഥലത്താണ് യൂണിറ്റ് കെട്ടിടം നിർമ്മിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും 9 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാബു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ എം നാരായണൻ അധ്യക്ഷനായി. കുടുംബശ്രീയുടെ 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് യൂണിറ്റിലേക്ക് ആവശ്യമായ മെഷീനറികൾ വാങ്ങുന്നത്. ഇതിൽ 2 ലക്ഷം രൂപ സബ്സിഡിയായി നൽകും. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ശശി, CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ, MGNRJS AE മിനി, CDS വൈസ് ചെയർപേഴ്സൺ സിന്ധു ബാലൻ, ഗ്രൂപ്പ് പ്രസിഡന്റ് ദീപ എന്നിവർ പ്രസംഗിച്ചു. എന്നുള്ളൊരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ് ഇത്തരത്തിലുള്ള പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ആ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് നമ്മൾ പോർക്കുളം ഗ്രാമപഞ്ചായത്തിനകത്ത് 12 വാർഡിനകത്ത് ഇങ്ങനെ യൂണിറ്റ് തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിലും പ്രസിഡന്റ് എന്നുള്ള രീതിയിലും ഞാൻ വളരെയധികം അഭിമാനിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മളൊരു തുടക്കം കുറിക്കുന്ന ഒരു പ്രവർത്തനത്തിന് കഴിയട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പിലാവ് PHC കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പിലാവ് PHC കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തി. കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി KK ശൈലജ ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി AC മൊയ്തീൻ അധ്യക്ഷനായിരുന്നു. ആരോഗ്യ കേന്ദ്രത്തിലെ പുതുതായി നിർമ്മിച്ച വിവിധ ബ്ലോക്കുകളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UP ശോഭന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിജിമോൾ, വൈസ് ചെയർമാൻ K സുധീർ, അംഗങ്ങളായ പ്രഭാത് മുല്ലപ്പള്ളി, ഷബീർ എന്നിവർ നിർവഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൈകിട്ട് 6 വരെ OP സൗകര്യവും 2 ഡോക്ടർമാരുടെയും ലാബിന്റെയും ഫാർമസിസ്റ്റിന്റെയും സേവനവും ലഭ്യമാകും. ആർദ്രം മിഷന്റെ 15 ലക്ഷം രൂപയും കടവല്ലൂർ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ആരോഗ്യ കേന്ദ്രത്തിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി, കടവല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UP ശോഭന, വൈസ് പ്രസിഡന്റ് K സുധീർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N അഭിലാഷ്, പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റി പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 14 കേന്ദ്രങ്ങളിൽ സമരം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി കൊച്ചനിയൻ അധ്യക്ഷനായിരുന്നു. കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി M പീതാംബരൻ സ്വാഗതം പറഞ്ഞു. ഏരിയ എക്സിക്യൂട്ടീവ് അംഗം T മുകുന്ദൻ നന്ദി പറഞ്ഞു. ഏരിയയിലെ 13 കേന്ദ്രങ്ങളിലും കർഷകരുടെ പ്രതിഷേധ സമരം ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റീബിൽഡ് കേരള കാട്ടകാമൽ ഗ്രാമപഞ്ചായത്തിലെ പദ്ധതി ഓൺലൈൻ വഴി മന്ത്രി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. റീബിൽഡ് കേരളയുടെ കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്ഘാടനം മന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. കാട്ടകാമൽ, മൂലേപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ സമാപിച്ചു.
മൂലക്കാട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി ഗുഡ് ഫ്രണ്ട്സ് കാഞ്ഞിരത്തിങ്കൽ കമ്മിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ നടുമുറി അങ്കനവാടി ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മൽ ധാന്യപ്പൊടി ഗ്രൂപ്പിന്റെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പിലാവ് PHC കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റി പ്രതിഷേധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.